നമസ്കാരം, ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. വാട്ടർ സപ്ലൈ നിർത്തിവെക്കൽ ഒക്ടോബർ 14 മാറ്റിവെച്ചു. സൗത്ത് ഗോവയിലെ നിരവധി പ്രദേശങ്ങളിൽ ഒക്ടോബർ 14-15 തീയതികൾ വെള്ള വിതരണത്തിൽ തടസ്സം നേരിടും. പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഒക്ടോബർ 13 ഷെഡ്യൂൾ ചെയ്തിരുന്ന വെള്ള വിതരണം നിർത്തിവെക്കൽ ഒക്ടോബർ 14 മാറ്റി. സാങ്ക്വേം, കുർച്ചോറിം, കേപ്പം, സാവോഡേം, പെനോളിം, മഡ്ഗാവ്, വെലേം, ഫട്ടോഡ, നവേലിം, നുവേം, കൊർത്താലിം, ദബോളിം, വാസ്കോ, മർമുഗാവ് എന്നിവിടങ്ങളിലാണ് തടസ്സം. നിവാസികൾ മുൻകൂട്ടി വെള്ളം സംഭരിച്ച് വിവേകത്തോടെ ഉപയോഗിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്നതോടെ വെള്ളം വിതരണം ക്രമേണ പുനഃസ്ഥാപിക്കും. ബോറിം പാലത്തിന്റെ അറ്റകുറ്റപ്പണി ഒക്ടോബർ 11 മുതൽ നവംബർ 2 വരെ ഘട്ടംഘട്ടമായി അടച്ചിടും. ബോറിം പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഒക്ടോബർ 11 മുതൽ നവംബർ 2 വരെ ഘട്ടംഘട്ടമായി നടക്കും. ഒക്ടോബർ 11, 12, 18, 19, 25, 26, നവംബർ 1, 2 തീയതികളിൽ രാത്രി 8 മുതൽ രാവിലെ 6 വരെ പാലം അടച്ചിടും. ഭാരം ഏറിയ വാഹനങ്ങൾക്ക് വിലക്കുണ്ട്. ആദ്യ വാരാന്ത്യത്തിൽ അറ്റകുറ്റപ്പണികൾ വൈകിയതിനാൽ ഗതാഗതക്കുരുക്കുണ്ടായി. PWD ഉദ്യോഗസ്ഥർ കൊറോഡഡ് ബെയറിങ്ങുകൾ മാറ്റിസ്ഥാപിക്കൽ, ഉയർന്ന വേലിയേറ്റം എന്നിവ കാരണമാണ് വൈകലെന്ന് വിശദീകരിച്ചു. ഗതാഗത നിയന്ത്രണങ്ങൾ പാലിക്കാൻ യാത്രക്കാർക്ക് നിർദ്ദേശമുണ്ട്. നക്കാബന്ദി ശക്തമാക്കി. ഗോവ പോലീസ് ഒക്ടോബർ 11 സംസ്ഥാന വ്യാപകമായി നക്കാബന്ദി നടത്തി. 3979 വ്യക്തികളെയും 2972 വാഹനങ്ങളും പരിശോധിച്ചു. 35 പേർ പ്രിവെന്റീവ് അറസ്റ്റിലാണ്. 86 COTPA കേസുകളും 88 പുകവലി, തുപ്പൽ, നിയമലംഘന കേസുകളും രജിസ്റ്റർ ചെയ്തു. നോർത്ത് ഗോവയിൽ 2560 പേരെയും 1992 വാഹനങ്ങളും, സൗത്ത് ഗോവയിൽ 1419 പേരെയും 980 വാഹനങ്ങളും പരിശോധിച്ചു. പൊതുസുരക്ഷ ശക്തിപ്പെടുത്താൻ ആണ് ഈ നടപടി. പുതിയ പദ്ധതികളുമായി ബാർദേസ് ബസാർ തിരിച്ചുവരവ്. ബാർദേസ് ബസാർ 36 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സഹകർ നവജീവൻ പാനൽ വൻ വിജയം നേടി. പുതിയ ഭരണസമിതി സഹകരണ സ്പിരിറ്റ് പുനരുജ്ജീവിപ്പിക്കാൻ പദ്ധതിയിടുന്നു. ഗോവയിലെ ആദ്യത്തെ സഹകരണ മോൾ, ഹോം ഡെലിവറി, പുതിയ ശാഖകൾ, ഫ്രാഞ്ചൈസികൾ, ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്നിവ പദ്ധതിയിലുണ്ട്. 2024-25 36.18 കോടി രൂപയുടെ വിൽപ്പനയും 54.29 ലക്ഷം രൂപയുടെ ലാഭവും നേടി. കോവിഡിന് ശേഷം വിൽപ്പന മന്ദഗതിയിലാണെങ്കിലും പുതിയ സംരംഭങ്ങളിലൂടെ മുന്നേറാൻ ശ്രമിക്കുന്നു. മപ്സയിലെ രവീന്ദ്ര ഭവൻ കാത്തിരിപ്പ് നീളുന്നു. മപ്സയിലെ രവീന്ദ്ര ഭവൻ പദ്ധതി മറ്റൊരു 2 വർഷത്തേക്ക് വൈകും. സ്ഥലം ഉറപ്പിക്കാത്തതാണ് കാലതാമസത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. ബാർദേസിലെ സാംസ്കാരിക സമൂഹം നിരാശയിലാണ്. 3 വർഷം മുൻപ് കുഞ്ചേലിം കമ്മ്യൂണിദാദ് ഭൂമി തിരഞ്ഞെടുത്തെങ്കിലും അന്തിമ തീരുമാനമായില്ല. ഇതിനിടെ പെർനേമിലെ തുവേമിൽ 120 കോടി രൂപയുടെ രവീന്ദ്രഭവൻ അനുവദിച്ചത് മപ്സയിലെ നിവാസികളെ നിരാശരാക്കി. ഹനുമാൻ നാട്യഗ്രഹ ഗോവയിലെ ഏറ്റവും പഴയ സ്വകാര്യ ഓഡിറ്റോറിയം പുതുക്കിപ്പണിഞ്ഞ് ആധുനിക സൗകര്യങ്ങളോടെ തുറന്നു. ദീപാവലി ഷോപ്പിംഗിനായി ഗോവക്കാർ ബെൽഗാവി BSC ടെക്സ്റ്റൈൽ മോളിലേക്ക്. ദീപാവലിക്ക് മുന്നോടിയായി ബെൽഗാവിയിലെ BSC ടെക്സ്റ്റൈൽ മോൾ ഗോവക്കാരുടെ പ്രിയപ്പെട്ട ഷോപ്പിംഗ് കേന്ദ്രമായി. 1,00,000 ചതുരശ്ര അടിയിൽ 4 നിരകളിലായി വിപുലമായ ശേഖരവും 10% വിതരണ വില ഡിസ്കൗണ്ടും മോൾ വാഗ്ദാനം ചെയ്യുന്നു. പാർക്കിംഗ്, EV ചാർജിംഗ് സ്റ്റേഷനുകൾ എന്നിവയും ലഭ്യമാണ്. ഗോവയിൽ നിന്നുള്ള ഉപഭോക്താക്കളെല്ലാം ഒരിടത്ത് ലഭ്യമാകുന്നതിന്റെ സൗകര്യം പ്രശംസിച്ചു. മോൾ ഡയറക്ടർ BU ചന്ദ്രശേഖർ ഗോവക്കാരുടെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞു. ഗോവ-മുംബൈ 6 മണിക്കൂർ യാത്ര, ഇനിയും സ്വപ്നം. ഗോവ-മുംബൈ ദേശീയപാത 66 നിർമ്മാണം 2026 അവസാനമോ 2027 തുടക്കമോ ആകും പൂർത്തിയാകുക. 2025 സെപ്റ്റംബർ എന്ന പ്രാരംഭ ഡെഡ്ലൈൻ കഴിഞ്ഞു. ഇൻഡാപൂർ പനവേൽ വിഭാഗത്തിൽ 1 കിലോമീറ്റർ 4 വരി സ്റ്റീൽ സ്ലാഗ് റോഡ് പൂർത്തിയായി. JSW സ്റ്റീലിന്റെ ഡോൾവി പ്ലാന്റിൽ 80,000 ടൺ കൊണാർക്ക് സ്റ്റീൽ സ്ലാഗ് ഉപയോഗിച്ചാണ് ഈ റോഡ് നിർമ്മിച്ചത്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.